ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ ത്രിഷഷ്ടിതമഃ സർഗഃ. സമ്പാദിപക്ഷ പ്രരോഹഃ. ഏതേരന്യൈശ്ച ബഹുഭിർവാക്യൈർവാക്യവിദാംബര മാം പ്രശസ്യാഭ്യനുജ്ഞാപ്യ പ്രവിഷ്ട സസ്വമാശ്രമം. കന്ദരാത്തോ വിസർപ്പിത്വാ പർവതസ്യ ശനൈഃ ശനൈഃ അഹം വിന്ധ്യം സമാരുഹ്യ ഭവത പ്രതിപാലയേ. അദ്യത്യേതസ്യ കാലസ്യ സാഗ്രം വർഷശതം ഗതം ദേശകാലപ്രതീക്ഷോസ്മി ഹൃദി കൃത്വാ മുനേർവചഃ. മഹാപ്രസ്ഥാനമാസാദ്യ സ്വർഗതേദോ നിശാകരേ മാം നിർദഹതി സന്താപോ ഹിതഗൈർബഹുബൃതം. ഉത്തിതാം മരണേ ബുദ്ധിം മുനിവാക്യൈർനിവർത്തയേ. ബുദ്ധിജ്യാതേന മേ ദത്താ പ്രാണാനാം രക്ഷണായതു. സാമേ അപനയതേ ദുഃഖം ദിദേവാഗ്നിശിഖാതമം. ബുദ്ധ്യതാജ മയാ വീര്യം രാവണസ്യ ദുരാത്മനഃ. പുത്രസംതർജിതോ വാഗ്മിർനത്രാതാ മൈഥിലീഗതം തസ്യാവിലപിതം ശ്രുത്വാ തൗജസീതാ വിനാകൃതോ. ന മേ ദശരഥസ്നേഹാ പുത്രേണോൽപാദിതം പ്രിയം തസ്യത്യേവം ബ്രുവാണസ്യ സംവാദൈർവാനരൈः സഹ. ഉൽപേദതോസ്തദാ പക്ഷോ സമക്ഷം വനചാരിണാം സ ദൃഷ്ട്വാ സ്വാം ധനും പക്ഷേർഗധീരരുണച്ഛദേഹി. പ്രഹർഷമതുലം ലേഭേ വാനരാം സേദമബ്രവീദ് ഋഷേ നിശാകരസ്യൈവ പ്രഭാവാധമിതാത്മന. ആദിത്യരശ്മി നിർദഗ്ധോ പക്ഷോ മേ പുനരുത്തിതോ യൗവനേ വർത്തമാനസ്യ മമാസീതി പരാക്രമഃ. തമേവാദ്യാനുഗച്ഛാമി ബലം പൗരുഷമേവ ച സർവദാ ക്രിയതാം യത്ന സീതാമധിഗമിഷ്യത. പക്ഷലാഭോ മമായം വാ സിദ്ധിപ്രത്യയകാരകഃ ഇത്യുക്ത്വാ സഹരീൻ സർവാൻ സമ്പാദീപദഗോത്തമഃ. ഉത്പപാതാ ഗിരേ ശൃംഗാ ജിജ്ഞാസു ഖഗമാം ഗതിം തസ്യ തദ്വചനം ശ്രുത്വാ പ്രീതി സംഹൃഷ്ടമാനസാഃ. ബഭൂവുർഹരിശാർദൂലാ വിക്രമാഭ്യുദയോന്മുഖാഃ. അത പവനസമാന വിക്രമാ പ്ലവകവരാ പ്രതിലബ്ധ പൗരുഷാ. അഭിജിത് അഭിമുഖാദിശം യയോർജനകസുതാ പരിമാർഗണോന്മുഖാഃ. അത പവനസമാന വിക്രമാ പ്ലവകവരാ പ്രതിലബ്ധ പൗരുഷാഃ. അഭിജിദ്ദഭിമുഖാദിശം യയോർജനകസുതാ പരിമാർഗണോന്മുഖാഃ. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ സമ്പാദീപക്ഷ പ്രരോഹോ നാമ ത്രിഷഷ്ടിതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 63-ാമത്തെ സർഗം സമ്പാദി പക്ഷോത്ഗമം. വാക്യവിശാരദനായ മാമുനി ഇതും മറ്റും പലതും പറഞ്ഞ് എന്നെ ശ്ലാഘിച്ച് യാത്രയും ചൊല്ലി സ്വന്തം ആലയത്തിൽ പ്രവേശിച്ചു. ഞാൻ ഗുഹയിൽ നിന്നും പുറത്തു കടന്നു. മെല്ലെ വിന്ധ്യൻ്റെ മുകളിലെത്തി നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു. മുനിയുടെ വാക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് ദേശകാലങ്ങൾ കാത്തു കഴിയുന്നു. നിശാകരമുനി മഹാപ്രസ്ഥാനം സ്വീകരിച്ച് സ്വർഗം പ്രാപിച്ചപ്പോൾ പല വിചാരങ്ങളിൽപ്പെട്ട് സന്താപം എന്നെ ഇരിക്കുന്നു. മരിക്കാൻ തോന്നിയത് മുനിവാക്യം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. പ്രാണൻ രക്ഷിക്കാൻ ആ മുനി എനിക്ക് നൽകിയ ഉപദേശം കത്തിക്കാളുന്ന തീ ഇരുളിനെ എന്ന പോലെ എൻ്റെ ദുഃഖത്തെ അകറ്റുന്നു. ദുഷ്ടനായ രാവണൻ്റെ കരുത്ത് അറിയാവുന്ന ഞാൻ സീതയെ രക്ഷിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് മകനെ ശകാരിച്ചു. സീതയുടെ വിലാപവും രാമലക്ഷ്മണന്മാർ സീതയിൽ നിന്ന് വേർപെട്ടതും കേട്ടിട്ടും എൻ്റെ മകൻ എനിക്ക് ദശരഥനോടുള്ള സ്നേഹത്തെ ഓർത്ത് പ്രിയം ചെയ്തില്ല. വാനരഗണത്തോട് അവൻ ഇപ്രകാരം പറയവേ വനചരന്മാരുടെ സമക്ഷം സമ്പാദിക്ക് 2 ചിറകുകൾ മുളച്ചു. തൻ്റെ ഉടൽ ചുവന്ന ചിറകുകളോട് കൂടിയതായി കണ്ട് അത്യന്തം ആനന്ദം പൂണ്ട് വാനരന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അതിതേജസ്വിയായ രാജർഷി നിശാകരൻ്റെ അനുഗ്രഹത്താൽ സൂര്യകിരണങ്ങളേറ്റ് എരിഞ്ഞുപോയ എൻ്റെ ചിറകുകൾ വീണ്ടും മുളച്ചിരിക്കുന്നു. യൗവനകാലത്ത് എനിക്കുണ്ടായിരുന്ന പരാക്രമവും ബലവും പൗരുഷവും ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. സർവദാ യത്നിക്കുവിൻ, നിങ്ങൾ സീതയെ കണ്ടെത്തും. എനിക്ക് ഈ ചിറക് ലഭിച്ചത്
നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാകും എന്നതിന് തെളിവാണ്. അവരോട് ഈ വിധം പറഞ്ഞ് പക്ഷിശ്രേഷ്ഠനായ സമ്പാദി ആകാശത്തിൽ ഉയരാനുള്ള തൻ്റെ കഴിവ് പരീക്ഷിക്കാനായി പർവ്വതശൃംഗത്തിൽ നിന്നും പറന്നുയർന്നു. അവൻ്റെ വാക്കുകേട്ട് സന്തുഷ്ടചിത്തരായ വാനരവീരന്മാർ വിക്രമം കൊണ്ട് കാര്യം നേടാൻ സന്നദ്ധരായി. പിന്നെ വായുവേഗമാർന്നവരും പൗരുഷം വീണ്ടുകിട്ടിയവരുമായ വാനരശ്രേഷ്ഠന്മാർ സീതാന്വേഷണത്തിന് ഒരുങ്ങി തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു. ഇതോടുകൂടി 63-ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.